ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ കപ്പിലെ ആദ്യ നോക്കൌട്ട് സ്റ്റേജ് മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് തകർപ്പ് വിജയമാണ് സ്വന്തമാക്കിയത്. 2-0 ബ്ലാസ്റ്റേഴ്സിന്റെ വിജയമുണ്ടായത്. ഇന്നലത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് തകർപ്പ് പെർഫോമൻസോടുകൂടിയിട്ടാണ് അടുത്ത സ്റ്റേജിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഇന്നലത്തെ മത്സരത്തിൽ 3 പേർക്കാണ് യെല്ലോ കാർഡ് കിട്ടിയത്. ഈ 3 പേർ അടുത്ത മത്സരത്തിൽ ശ്രദ്ധിക്കണം. അടുത്ത മത്സരത്തിൽ കൂടി അവർക്ക് യെല്ലോ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ സെമി ഫൈനലിലേക്ക് ബ്ലാസ്റ്റേഴ്സ് മുന്നേറുന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സിലെ 3 പേർക്ക് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അപ്പിയർ ചെയ്യാനായി സാധിക്കില്ല. വികാസ് ഷുംനാബിനും ബ്ലാസ്റ്റേഴ്സിലെ പുതിയ ഹെഡ് കോച്ചായ ഡേവിഡ് കാറ്റാലക്കും ഹോർബി പവനുമാണ് സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ തന്നെ ആദ്യ യെല്ലോ കാർഡ് ലഭിച്ചത്. സൂപ്പർ കപ്പിൻ്റെ നിയമപ്രകാരം 2 യെല്ലോ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന അടുത്ത മത്സരം സസ്പെൻഷനായിരിക്കും. ഇതുകൊണ്ടല്ല ഇവർ 3 പേരും അടുത്ത മത്സരം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അടുത്ത മത്സരത്തിൽ ഒരു യെല്ലോ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് കോച്ചിന് സൈഡ് ലൈനിൽ നിൽക്കാനായി സാധിക്കില്ല. കോർമിപ്പാവിനും വികാസ് ഷുംനാബിനും യെല്ലോ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ സെമി ഫൈനലിലേക്ക് മുന്നേറുകൾ ബ്ലാസ്റ്റേഴ്സ് എന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കളിക്കാൻ സാധിക്കില്ല. ഏതായാലും മുഹമ്മദ് സൂപ്പർ ജയൻസിനായിട്ട് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് സെമി ഫൈനലിലേക്ക് മുന്നേറാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യാം. 26-ാം തീയതിയാണ് മുഹമ്മദ് സൂപ്പർ ജയൻസുമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിലെ മത്സരം.